കോട്ടയം വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പർമാർക്കും നേരെ കയ്യേറ്റ ശ്രമം. വിജയപുരം പഞ്ചായത്തിലെ 6-ാം വാർഡിൽ സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാകത്തുവഴി ഭാഗത്ത് കുടിവെള്ളം മലിനപ്പെടുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സ്ഥലം സന്ദർശിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എത്തിയപ്പോഴാണ് കരാറുകാരും ജീവനക്കാരും ചേർന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ ഒരു 28 കുടുംബങ്ങൾക്ക് അവിടെ ഒരു ഉറവയുണ്ട്. ആ ഉറവയിൽ നിന്ന് അവർ വർഷങ്ങളായിട്ട് അതിൽ നിന്നാണ് അവർ ആ കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കുടിവെള്ളം മലിനമായതിൻ്റെ പേരിൽ ഇന്നലെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ അവിടുത്തെ നാട്ടുകാർ സമരം ചെയ്യും. ആ സമരം ഞങ്ങളിതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ കുടിവെള്ള സ്ഥലം സന്ദർശിക്കുന്നതിനും അതിന് എന്താണ് പ്രശ്നങ്ങളെന്നറിയുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് എഞ്ചിനീയർ ഉൾപ്പെടെ HI ഉൾപ്പെടെ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം ഞങ്ങൾ അവിടെ ചെന്നത് കാണാൻ ചെല്ലുമ്പോൾ അവിടുത്തെ വലിയ ഒരു 10 നില കെട്ടിടമാണ്. അതിൻ്റെ 6 നിലയാണ്. JK ഹോസ്പിറ്റൽ എന്ന് പറയും. വളവതൊരു ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി അവരവിടെ പുതിയതായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. കോൺട്രാക്ടർ മകനാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നപോലെ കുടിവെള്ള സ്രോതസ് ഒന്ന് കാണാൻ പോവുകയാണ്, അവിടെ മലിനമായിട്ടുണ്ടോ നോക്കുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് നടന്നു പോയ പുറകെ ഞങ്ങളുടെ പുറകെ ഇദ്ദേഹം നടന്നു വരുവാണ്. ഇദ്ദേഹത്തിന് പണിക്കാരുമുണ്ട്. നടന്നു വരുന്ന പുറകെ ഇദ്ദേഹം വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് ഇടപെടുക ചെയ്തത്. അയാൾ ചീത്തയാണ് പറയുന്നത്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അയാളുടെ ശരീരഭാഷ തന്നെ വളരെ മോശമായിട്ട് ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ജനപ്രതിനിധികളാണ്, അപ്പം ഞങ്ങളോട് താൻ എന്തിനാണ് ഞങ്ങൾ ഇടപെടുന്നത്? നിങ്ങളുടെ കെട്ടിടമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആരും അന്വേഷിക്കാൻ വരുന്നില്ലല്ലോ. ഞങ്ങൾ താഴെ കുടിവെള്ള പ്രശ്നമല്ലേ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ ഇത് കണ്ടിരുന്ന നാട്ടുകാരുമായിട്ട് ഇദ്ദേഹം കോർക്കുകയും നാട്ടുകാരും ഇദ്ദേഹത്തിൻ്റെ പണിക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഉന്തും ഇടയ്ക്കാണ് ഇദ്ദേഹം ഞങ്ങളെ ചീത്ത വിളിച്ചു. അത് ചീത്ത വിളിക്കുന്ന കണ്ട് നാട്ടുകാർ തിരിച്ച് മറിച്ചു പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി വിളിച്ചുകൊണ്ട് അദ്ദേഹം അർദ്ദിച്ചു. അയാളുടെ ഒരു ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. ആ ഷൂ ഇട്ടിരിക്കട്ട് അദ്ദേഹം ചവിട്ടി. അതുപോലെ ഞങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെ വീണു. ഈ ഉദ്ദിനുള്ള ഇടയ്ക്ക് അയാൾ പിടിച്ച് തള്ളുവൊക്കെ ചെയ്ത് വീഴുവൊക്കെ. പ്രസിഡന്റിനെ മർദ്ദിച്ചു, മുട്ടുകൈക്ക് ഇടിച്ചു. പോടിയെന്ന് പറഞ്ഞ ചീത്തയാണ് വിളിക്കുന്നത്. എന്നെയും വളരെ മോശമായ രീതിയിൽ എന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്ത് ചീത്ത പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം എനിക്കൊരു ഗുണ്ടകളെ പോലെ ഇടപോകാം. അദ്ദേഹത്തിന് അവിടെ വരേണ്ട ഒരു കാര്യമുള്ളതല്ല. ആ പ്രദേശത്ത് അദ്ദേഹത്തെ ബാധിക്കുന്ന ആ കെട്ടിടത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിൽ ഞങ്ങൾ പോയതല്ല. ഇപ്പം 4 പേര് അഡ്മിറ്റാണ്. അയൽവാസികൾ ഒരു 3 പേരൂടെ അഡ്മിറ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ കേസെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ അതായത് കാലങ്ങളായിട്ട് അവിടെ കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഉറവയാണ്. അതിന് തൊട്ട് മേളിലാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത്. ഈ ഹോസ്പിറ്റലിൽ 150ഓളം അന്യദേശ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളവിടെ ജോലി ചെയ്യുന്നതാണ്. അവർ കുളിക്കുകയും അരക്കുകയും ചെയ്യുന്ന കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അങ്ങോട്ട് ഒഴിവാണ്. അതുകൊണ്ടാണ് അത് ഞങ്ങളെ അങ്ങോട്ടത് കാണരുതെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് ഞങ്ങളെ തടയാൻ ശ്രമിച്ചത്. പരിക്കേറ്റ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.